ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് അഗെയിൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ടാവും ഇന്ന് എന്തോ ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളതെന്ന്. യെസ്, ഇന്നൊരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ അടുത്ത കാലത്ത് വയനാട്ടിൽ വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് തൊള്ളായിരം കണ്ടി. അവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ തൊള്ളായിരം കണ്ടിയിലെ വിശേഷങ്ങളായിരിക്കും. കുറ്റ്യാടിയിൽ നിന്ന് തൊള്ളായിരം കണ്ടിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഏകദേശം 2 മണിക്കൂറോളം എടുത്തിട്ടുണ്ട്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു അന്ന്. ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര ചെയ്താലാണ് നമ്മൾ തൊള്ളായിരം കണ്ടിയിലേക്ക് എത്തുക. നമ്മളെ കയ്യിൽ ഓഫ് റോഡ് വാഹനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോകാം, ഇല്ലെങ്കിൽ ഇവിടെ ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. ജീപ്പ് സർവീസിന് ചാർജ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ 1500 രൂപയാണ്. ഇനി നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാത്രം ജീപ്പ് സർവീസ് മതിയെങ്കിൽ 750 രൂപ കൊടുത്താൽ മതി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഒരു ജീപ്പ് എടുത്തിട്ടാണ് തൊള്ളായിരം കണ്ടിയിലേക്ക് പോണത്. ഇവിടുത്തെ ഓഫ് റോഡ് യാത്ര കുറച്ചും കൂടി രസമാവുക ഇതുപോലെ യാത്ര ചെയ്യുമ്പോഴായിരിക്കും. ഇവിടുത്തെ ജീപ്പ് സർവീസ് നമുക്ക് തൊള്ളായിരം കണ്ടിയിൽ ടിക്കറ്റ് കൗണ്ടർ വരെ ഉണ്ടാകും. അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഉള്ളിലോട്ട് കയറാനായിട്ട്. അപ്പോൾ ടിക്കറ്റിന് ചാർജ് വരുന്നത് ഒരാൾക്ക് 200 രൂപയാണ്. 200 രൂപക്ക് മാത്രമൊന്നും അതിൻ്റെ ഉള്ളിൽ കാണാനില്ല. എങ്കിലും അവിടെ മെയിനായിട്ടുള്ളത് ട്രീ ഹൗസും ഗ്ലാസ് ബ്രിഡ്ജും ആണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. കയറി വരുന്നതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പാർക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ജഫു പാർക്ക് കണ്ടാൽ പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. അപ്പോൾ പാർക്കിലെത്തിയവിടെ ഇയാൾ ഫുൾ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. കാരണം അവന് പറ്റിയ കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസ് ഉള്ള വർക്കായിരുന്നു അത്.
അപ്പോൾ ഇതാണ് ഇവിടുത്തെ ട്രീ ഹൗസ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറിയ നല്ല അടിപൊളി വ്യൂ ആയിരിക്കും. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ളതുകൊണ്ട് കുറച്ച് ആൾക്കാരെ മുകളിലേക്ക് കയറ്റി വിടുന്നുള്ളൂ. അപ്പോൾ ഇതാണ് ട്രീ ഹൗസിൻ്റെ മുകളിൽ നമ്മൾ കയറിയാൽ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. അതിൻ്റെ കൂടെ നല്ല തണുത്ത ചെറിയൊരു കാറ്റും കൂടി ഉണ്ടായി. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഈ വ്യൂ ആണ് കിട്ടുക. ഇനി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. 900 കണ്ടിയെ ഫേമസ് ആക്കി മാറ്റിയതും ഈ ഗ്ലാസ് ബ്രിഡ്ജ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനായിട്ടാണ് മെയിനായിട്ട് ആൾക്കാർ വരുന്നത് ഇവിടത്തേക്ക്. ചെറിയൊരു ഗ്ലാസ് ബ്രിഡ്ജാണ് കേട്ടോ. പക്ഷേ അതിൻ്റെ എൻഡിങ്ങിൽ പോയി നിന്നാൽ നമുക്ക് കിട്ടുന്ന വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഫോട്ടോക്കൊക്കെ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണിത്. അപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് കാര്യമായിട്ട് ഇഷ്ടമായത് ഇവിടുത്തെ ട്രീ ഹൗസും അതുപോലെ ഗ്ലാസ് ബ്രിഡ്ജും മാത്രമാണ്. ബാക്കിയുള്ള കുഞ്ഞു ആക്ടിവിറ്റീസൊന്നും അത്ര വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 200 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ആകെ കിട്ടുന്നത് കുറച്ച് ഫോട്ടോ എടുക്കാനുള്ള നല്ലൊരു വ്യൂ മാത്രമാണ്. പിന്നെ ഇവിടേക്കുള്ള യാത്രയാണ് കേട്ടോ കുറച്ചും കൂടി രസമാക്കി മാറ്റുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് ജീപ്പ് സർവീസ് ആണെങ്കിലും തിരിച്ച് അങ്ങോട്ടേക്ക് നടക്കുകയാണ് ചെയ്തത്. നടന്നപ്പോഴാണ് കുറച്ചും കൂടി നല്ല രസമായി തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന ഓഫ് റോഡ് വഴി നമ്മൾ തിരിച്ചങ്ങോട്ടേക്ക് നടക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ജെഫൂൺ തിരിച്ച് കാട്ടിലൂടെ നല്ലോണം എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ നടന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ 900 കണ്ടിയിലെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയും പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.